വളർച്ച തീരുമ്പോൾ ഇതിന്റെ മുകളിൽ പൂവുണ്ടാവും. ആ വലിയ വെള്ള കൊലയുള്ള പൂവുണ്ടാവും. അത് ശരി, ഇതിന് സെൻട്രലായിട്ട് ഉണ്ടാവും. ഇതാണ് അതിന്റെ പൂവ്. വിവിധയിനം ഫലവൃക്ഷങ്ങളുടെയും പൂച്ചെടികളുടെയും പരിപാലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മനോജ് കല്ലാനിയോടൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. മനോജെ, ഇത് ചെമ്പകമല്ലേ? ഇത് വെള്ള ചെമ്പകം ചേട്ടാ. ഇതിപ്പോൾ 2-3 വെറൈറ്റി ഉണ്ടല്ലോ. എനിക്കിപ്പോൾ ഈ വൈറ്റ് മാത്രമേ ഉള്ളൂ. 3 വെറൈറ്റി ഉള്ളതായിട്ട് എനിക്കറിയാം. അത് തന്നെ, വെള്ളയുണ്ട്, പിങ്ക് ഉണ്ട്, പിന്നെ റോസ് കളറുണ്ട്, റെഡ് ഉണ്ട്. 4ആയി. ഇത് കൂടുതൽ ഏറ്റവും പൂ കായ്ക്കുന്നത് മറ്റേ ഞങ്ങളാണ്. വെള്ളയ്ക്ക് ഏറ്റവും പൂ കുറവ് ആണോ? പക്ഷെ പണ്ടുകാലം പോലെ നമ്മുടെ വീടുകളിലും തറവാടുകളിലൊക്കെ ഉണ്ടായിരുന്നത് ഈ വൈറ്റ് കളറുള്ള ചെമ്പകമാണ്. ഇത് വൈറ്റിനകത്തൊരു ചെറിയ യെല്ലോ ഷെയ്ഡും ഉണ്ടല്ലേ? ഉണ്ട്, ഓഫ് വൈറ്റ് കളറാണ്. പിന്നെ എത്ര വർഷമായി നട്ടിട്ട്? ഇതിപ്പോൾ ഒരു 10 വർഷം മുകളിലായി. എന്നാണെങ്കിലും നല്ല ശിഖരങ്ങളായിട്ട് നിൽക്കുന്നത്. പ്രിൻസ് ചേട്ടൻ എനിക്ക് തന്നായത്. ഞാനെന്താ യൂക്ക എന്ന് പറയും. അന്ന് ഞാൻ കുറെ തൈ തന്നായിരുന്നു. ഇവിടുന്ന് ഒരുപാട് പേര് ഇത് തൈ കൊണ്ടുപോയി. ആണോ? എന്റെ കൈ പൊലിച്ചു. ഈ അടുത്ത കാലത്ത് PC ജോർജ് സാർ ഇവിടെ വന്ന് തൈ കുറെ എന്നോട് മേടിച്ചോണ്ട് പോയി. അത് ശരി. അന്ന് ഞാൻ ഒരു പ്രാവശ്യം വന്നപ്പോഴാണ് ഇതേക്കടെ മുട്ടയെല്ലാം വെച്ചിട്ട്. അതെ, ഇതിന്റെ വളർച്ച തീരുമ്പോൾ ഇതിന്റെ മുകളിൽ പൂവുണ്ടാവും. ആ വലിയ വെള്ള കൊലയുള്ള പൂവുണ്ടാവും. അത് ശരി, ഇതിന് സെൻട്രലായിട്ട് ഉണ്ടാവും. ഇതാണ് അതിന്റെ പൂവ്. നല്ല ബൊക്ക പോലെയാണ്. ബൊക്ക പോലെ ഇരിക്കുന്നത്. ആർക്കെങ്കിലും റിവാർഡ്? ഇതൊരു 15 ദിവസത്തോളം ഈ പൂവ് ഇങ്ങനെ നിൽക്കും. ആണോ? ഇതുകൊണ്ട് വെള്ളത്തിൽ വെക്കുകയാണല്ലോ. വെള്ളത്തിൽ വെക്കണ 10-15 ദിവസം ഇരിക്കും. ആണോ? ഇത് വിടുന്ന് വരുമോ? വിടും. നാളെ ഈ പൂ വിടരും. അത് ശരി, നന്നായ ഭംഗിയുണ്ട് കേട്ടോ. ഇതിനകത്ത് വീണ്ടും ഉണ്ടല്ലോ. ഉണ്ട്. ഒരു കാവ് പോലെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് പൂ വിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ വളർച്ച തീർന്നു. പിന്നെ ആ ചെടി പോകും, ഉണങ്ങിപ്പോവും. ഉണങ്ങിപ്പോവും. പിന്നെ അതിന്റെ ചോട്ടിൽ നിന്ന് വേറെ നമ്മള് മുളച്ചു വരുന്ന വില നിൽക്കുള്ളൂ. ഇത് എത്ര നാൾ കഴിയുമ്പോഴേ പോവാന്നേ? ഇതൊരു 2-3 വർഷം കൂടുമ്പോഴേ ഇത് പൂ വരുള്ളൂ. അത് കഴിഞ്ഞ് ഇത് പോകും. അത് ശരി. അപ്പൊ ഇനിയിപ്പോ ഈ പ്ലാന്റ് പോകും? അത് പോയതാ. പിന്നെ ആ താഴെ ഇനി വളർന്നു വരുന്നതേ പറ്റുള്ളൂ. അതെ, ഇനി ഇവിടെ വെച്ച് മുറിച്ച് കളയണം. മുറിച്ച് കളയണം. എത്ര നാളായി ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിട്ട്? ഇത് നട്ടിട്ട് ഇപ്പോൾ 1.5 വർഷമായി. ആണോ? ചിലതൊക്കെ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എത്ര കളറുണ്ട്? ഇതിപ്പോൾ 2 കളറാണ്. ഒന്ന് ഇസ്രായേലി റെഡും ഫിലിപ്പീൻ റെഡുമാണ് ഇത് നട്ടിരിക്കുന്നത്. അതെ, ഇതിന്റെ യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, അങ്ങനെ പല കളർ വെറൈറ്റികളുണ്ട്. പക്ഷേ അതിനൊക്കെ കേട് കൂടുതലാണ്. ആ കേട് കൂടുതലുള്ള ഇനം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉള്ള നല്ല ഇനം കൂടെ കേട് പിടിച്ച് പോവുകയുള്ളൂ. അപ്പോൾ ചുമലയ്ക്കാണ് കേടില്ലാത്തത്? ചുമലയ്ക്ക് കേടില്ല. അതിനാണ് ഡിമാൻഡ് ഉള്ളതും. അതിനാണ്. അതിന്റെ ഫ്രൂട്ടും നല്ലതല്ലേ? ഫ്രൂട്ട് നല്ല അതിനാ. ദിവസം കൊണ്ട് നനയ്ക്കുന്നത്? ഇത് ആഴ്ചയിൽ 1 നനച്ചാൽ മതി. ഇത് അധികം ജലം ആവശ്യമുള്ള ഒരു ചെടിയല്ല ഇത്. ഇത് കാക്ടസ് ഇനത്തിൽപ്പെടുന്ന ചെടിയാണല്ലോ. അപ്പോൾ മരുഭൂമി വളരുന്ന ഇനമാണിത്. അപ്പോൾ അതിന് അധികം ജലം വേണ്ട. പിന്നെ വളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് ചാണകപ്പൊടിയും കോഴിക്കാഷ്ടവുമാണ് കൂടുതലായിട്ട് കൊടുക്കും. ഈ ചാണകപ്പൊടി ഇട്ട് മണ്ണിട്ട് കൊടുക്കും അല്ലേ? മണ്ണിട്ട് കൊത്തിമൂടും. അതെ, അതിന് കൂടി ചകിരി എടുക്കും. ചകിരി എടുക്കാൻ തണുപ്പ് നിൽക്കാനായിട്ട് ചകിരി എടുക്കുന്നുള്ളൂ. കേടുകൾ വല്ലതും വരാറുണ്ടോ? വേറെ കേടൊന്നുമില്ല. ഇല്ല. കോഴിവളം ഇടുന്ന നമ്മളും നോക്കേണ്ടത് നല്ല മഴ ഉള്ള സമയമാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ നല്ലപോലെ നന കൊടുക്കണം. ഒരുപോലെ കായ്ക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാം? ഇത് കായ്ക്കാൻ എല്ലാവരും പറഞ്ഞ് രാസവളം ഇതിനധികം ഒഴിക്കുക. പക്ഷേ ഞാൻ ഇതിന് പൊട്ടാഷ് കലക്കി ഒഴിക്കാറുണ്ട്. പിന്നെ 19 എന്ന് പറയുന്ന ആ വളവും ഞാൻ കലക്കി ഒഴിക്കാറുണ്ട്. പിന്നെ 19 സ്പ്രേ ചെയ്യും. അത് കൂടുതൽ പുഷ്പിക്കാനായിട്ട് നല്ലതാണ്. അത് നേർപ്പിച്ച് അല്ലേ? അതെ. ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം ഇത് കായ്ക്കും? ഇത് 3 പ്രാവശ്യമാണ് ഇതിന്റെ സീസണ്. ഇപ്പൊ ഈ ഏപ്രിൽ മെയ് മാസത്തിൽ ഇത് പൂക്കുന്ന സമയമാണ്. ഇപ്പൊ ഇതൊരു ഇതല്ലേ, ഇതിൽ എത്ര പൂ ഉണ്ടാകുന്ന കായും? സാധാരണ ഒരെണ്ണത്തിൽ 15 വരെ ഉണ്ടാകാം. ഉണ്ടാകാം. അതിന്റെ മുഴുപ്പോ? അതിന് 400 ഗ്രാം മുതൽ 600 ഗ്രാം വരെയാണ് അതിന്റെ ഏറ്റവും വലുപ്പമുള്ള സൈസ് ഉണ്ടാകുന്നുണ്ടല്ലേ? ഉണ്ടാകുന്നുണ്ട്. പിന്നെ ആണ്ടിൽ 3 തവണയാണ് ഇത് പുഷ്പിക്കുന്നത്. ഇനി ഏപ്രിൽ, സെപ്റ്റംബർ, നവംബർ, അങ്ങനെ 3 തവണയായിട്ടാണ് ഇത് കായ്ക്കുന്നത്. അപ്പോൾ അത്രയും ഈൽഡ് കിട്ടുന്നുണ്ട്? അതെ, ഉണ്ട്. ഏതാണ്ട് ഒരു മരത്തിൽ നിന്ന് ഒരു വർഷം നമുക്ക് 2000 മുതൽ 3000 രൂപ വരെ വരുമാനം കിട്ടുന്നുണ്ട്. ഇതിന്റെ മാർക്കറ്റ് എവിടെയാണ്? ഇതിന് മാർക്കറ്റ് പാലാ PJJ എടുക്കാറുണ്ട്. പിന്നെ രാമപുരത്ത് കൊടുക്കാറുണ്ട്. കിലോയ്ക്ക് 130-140 രൂപയ്ക്ക് നമ്മൾ എടുക്കുമോ? നടുന്ന രീതി എങ്ങനെയാണ്? ഇത് നടുന്നത് നമ്മൾ ഇതിനെ മുളപ്പിച്ച തൈകൾ അതിന് കമ്പ് കുത്തി മുളപ്പിക്കും നമ്മൾ. അത് 2, 3, 4 ഇടാം. അപ്പോൾ ഇതിന് കോൺക്രീറ്റ് തൂണാണ് ഉപയോഗിക്കുന്നത്. ആ തൂണിൻ്റെ ചുവട്ടിൽ നമ്മൾ ഇട്ട് കൊടുത്ത് ഇതിലേക്കാണ് അത് കയറ്റുന്നത്. അതെ, കെട്ടി കൊടുക്കും. അപ്പോൾ മുകളിൽ വന്നു കഴിയുമ്പോൾ നമ്മളതിന് മുകളിൽ 2 വശത്ത് കമ്പി കൊടുക്കാനും മുകളിൽ ടയർ വെക്കാനുള്ള സൗകര്യമുണ്ട്. അതിലേക്ക് കയറി കഴിയുമ്പോൾ അത് പടർന്നു. ഇതിപ്പോൾ ഇങ്ങനെ പടർന്ന് നിൽക്കുമല്ലേ? അതെ. ഇത് പ്രൂണിങ് നടത്തുന്നത് എങ്ങനെയാണ്? ഇത് പ്രൂണിങ് നടത്തുന്നത് ഇതിൻ്റെ പ്രായമായ 2 വർഷത്തിന് ശേഷം മതി. പിന്നെ ആദ്യം വന്ന മൂത്ത അടിയിൽ നിന്നുള്ള കമ്പുകൾ നമ്മൾ കളയുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്ത് കളയും. അതുപോലെ പിന്നെ കായ്ക്കല്ല. ഈ വൺസ് പൂ ഉണ്ടായാൽ പിന്നെ അത് കായ്ക്കല്ല. പിന്നെ അത് 2 വർഷം കൂടുമ്പോൾ നമ്മളത് പ്രൂൺ ചെയ്യും. പഴയ കളയും നമ്മൾ. അത് എങ്ങനെ ചുമ്മാ മുറിച്ച് കളഞ്ഞാൽ മതിയോ? അതിനൊരു സാധനമുണ്ട്, അതുകൊണ്ട് കട്ട് ചെയ്ത് കളയുകയും നമ്മളെ കയ്യെ മുള്ളു കൊള്ളും. ഇത് നടുമ്പോൾ നമ്മൾ ഇച്ചിരി നീളത്തിലുള്ള പ്ലാന്റ് ആണ് നടുന്നതെങ്കിൽ അതനുസരിച്ചുള്ള വളർച്ച ഉണ്ടാകില്ല. അത് 1 മീറ്ററെങ്കിലും ഉള്ള തൈകൾ നടുന്നതാണ് നല്ലത്. കാരണം പെട്ടെന്ന് അത് മുകളിലേക്ക് കയറി പോകാനായിട്ട് 1 മീറ്ററെങ്കിലും
ഹൈറ്റ് ഉള്ള തൈകൾ ആണ് എന്തോരം തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ താഴോട്ട് വിടുന്നുണ്ട്? ഇത് നമ്മൾ സാധാരണ ഒരു കപ്പ നടുന്ന പോലെയൊക്കെ ഏതാണ്ട് ഒരു ചാണൊക്കെ മണ്ണിലേക്ക് താഴ്ത്തി വെച്ചാൽ മതി. ഇത് ഒരു കാരണവശാലും ഇത് പോവുകയല്ലേ, ഇത് വേര് പിടിപ്പിച്ചിട്ടാണ് നടുന്നത്. ആ വേര് പിടിപ്പിച്ച് നടുന്ന നല്ലത്. അല്ലാതെ നടാം, വേര് പിടിപ്പിച്ച് നടാം. ഏതായാലും ഇത് പോവുകയല്ല നമ്മൾ നട്ടു കഴിഞ്ഞാൽ. ഇത് മണ്ണിൽ തൊട്ട് കഴിഞ്ഞാൽ ഈ സാധനം വേര് പിടിക്കും. എവിടെ കിടക്കുന്ന അവിടെ വേര് പിടിക്കും. ആ വേര് പിടിക്കും. പൂവ് ഉണ്ടായി കഴിയുമ്പോഴേ അത് പരാഗണം ചെയ്യേണ്ട ആവശ്യം വരുന്നത്. വാനിലയുടെ പോലെ അത് പരാഗണം നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. വലിപ്പമുള്ള കായ്കൾ കിട്ടാനായിട്ട് പരാഗണം ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ രാവിലെ ഇപ്പോൾ തേനീച്ചകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, അവർ തന്നെ ചെയ്തു. അത് പരാഗണം നടക്കുന്നുണ്ട്. അല്ലാത്തപ്പോൾ നമ്മൾ പരാഗണം ചെയ്ത് കൊടുക്കും. ഈ വാനില ചെയ്യുന്ന പോലെ സൂര്യൻ ഉദിക്കുന്ന രാവിലെ അത് വൈകിട്ട് രാത്രിയിലാണ് ഈ പൂ വിരിയുന്നത്. ആ പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ അത് രാവിലെ ഒരു 6:30-7 കൂടി അത് ആ പൂ വീണ്ടും അടഞ്ഞു പോകും. പിന്നെ ആ പൂ വിടരിയില്ല. അപ്പോൾ അതിന് മുമ്പ് ചെയ്യണം. ഈ പേര ഏതിനോ? ഇത് ഒരു വെറൈറ്റി എണ്ണം തന്നെ. ഇത് വയലറ്റ് കളറാണിത്. വയലറ്റ് പേരക്കായും വയലറ്റ് ആണ്. അതിനകം എല്ലാം വയലറ്റ്. ഈ ഇലയുടെ കളറാണ് പേരക്കായ്ക്ക്. പേര് പോലെ തന്നെ നല്ല ടേസ്റ്റുള്ള പേരക്കായ. എന്തൊരു മുഴുപ്പുണ്ടോ? ഇത് സാധാരണ നമ്മൾ ആ പേരക്കായാലും കുറച്ചുകൂടെ വലുപ്പം വെക്കും. മധുരം ഉണ്ടോ? മധുരമുണ്ട്. ഉണ്ട്. ഇത് കായ്ച്ചായിരുന്നോ? പിന്നെ ഇത് കായ്ക്കുന്ന. ഇത് എത്ര നാളായി? ഇത് നട്ടിട്ട് 2 വർഷമായി. 2 വർഷമായോ? ഇപ്പോൾ കായില്ല. ഇപ്പോൾ കായില്ല. ഇത് എന്ത് ഫ്രൂട്ടായത്? ഇത് പുലോസാൻ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടായത്. ഇതൊക്കെ തായ്ലൻഡിൽ നിന്ന് വന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുപിടിപ്പിച്ചുണ്ടാക്കിയ ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് വീടുകളിലുണ്ട്. ഇത് കോസ്റ്റ്ലി അല്ലേ? ഇത് കോസ്റ്റ്ലി. നല്ല വില കിട്ടുന്ന പഴമായത്. ഇത് നമ്മൾ ഈ മരമൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ 10,000 രൂപയ്ക്കാണ് ഒരു മരം ഫ്രൂട്ട്സ് കടക്കാർ നമ്മളോട് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഈ കൊല്ലം തീരെ കുറവാണ്. ചൂടിൻ്റെ കൂടുതലുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇത് റംബുട്ടാൻ്റെ വകഭേദമല്ലേ? ഇത് റംബുട്ടാൻ്റെ വകഭേദം തന്നെയാണ്. ഇത് റംബുട്ടാൻ പോലെ തന്നെയാണ് ഇതിൻ്റെ പൾപ്പിരിക്കുന്നത്. അതുപോലെ തന്നെ കട്ടിയുണ്ട്. അതിലും കട്ടിയുണ്ട്. അതിലും കുരുവുണ്ട്. ഇതിനകത്ത് വലിപ്പം കൂടിയ കുരുവുണ്ട്. റംബൂട്ടാനേക്കാളും മധുരമുണ്ട്. അതേക്കാളും മധുരം. പക്ഷേ ഇത് പഴുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ തൊണ്ട് കറുത്തിരിക്കും. എത്ര എണ്ണം വേണം ഇതൊരു കിലോ ആകാനായിട്ട്? ഇത് 10 എണ്ണം 12 1 കിലോയാണ്. ആണോ? അതെ. റംബൂട്ടാനാകുമ്പോൾ 10-20 എണ്ണം അത് വേണം. ഇതിന് ഒത്തിരി വെയിൽ കിട്ടണമെന്നില്ല അല്ലേ? അല്ല, ഇതിന് ശകലം ഷെയ്ഡ് ഉള്ളത് നല്ലതാണ്. ഇത് റംബൂട്ടാൻ പോലെയാണ്. റംബൂട്ടാൻ നല്ല വെളിച്ചം വേണം. പക്ഷേ ഇതിനൊരു 50% വരെ ഷെയ്ഡ് ഉണ്ടെങ്കിലും ഇതുണ്ടാവും. ഇതിനതാണ് നല്ലത്. വെള്ളത്തിൻ്റെ കാര്യം? വെള്ളം നല്ലവണ്ണം നനം വേണം. മനോജ് നിൽക്കുന്ന ഈന്തപ്പനയല്ലോ അല്ലേ? അല്ല, അത് പനയുടെ ഇനം തന്നെയാണ്. അത് ഫോക്സ് ടൈൽ എന്ന് പറയുന്ന ഒരു ഇനം പനയാണിത്. ഈന്തപ്പന പോലെയൊക്കെ അതിൻ്റെ ശിഖരങ്ങൾ ഇരിക്കുമെങ്കിലും ഇത് ഫോക്സ് ടൈൽ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഈ റെഡ് പാം പോലെ ഒരു പൂച്ചെടി അത് തന്നെ. ഇതൊരു അലങ്കാര ചെടിയായിട്ട് തന്നെയാണ് എല്ലാവരും വെക്കുന്നത്. കായ ഉണ്ടാവുന്നുണ്ടോ? ഇതിങ്ങനെ കൊലയ്ക്കും. നമ്മുടെ പനയെ കൊലയ്ക്കുന്ന പോലെ തന്നെ ഇത് കൊലയ്ക്കും. അത് ഭക്ഷ്യയോഗ്യമാണ്? അല്ല, ഭക്ഷ്യയോഗ്യമൊന്നുമല്ല. അത് വെറുതെ അടയ്ക്കാ പോലെ ഇങ്ങനെ വലിയ കൊലയായിട്ടുണ്ടാവും. യൂക്കാലിയുടെ മണം? ഇത് യൂക്കാലിയുടെ മണമുണ്ട്. ഇതിന്റെ പേര് എനിക്കറിയില്ല. പക്ഷേ ഇതിന് യൂക്കാലിപ്സിന്റെ മണമാണ് ഇതിന്റെ ഇലയ്ക്ക്. നല്ല മണമുണ്ട്. നല്ല മണമുണ്ട്. ലിച്ചി അല്ലേ? ഇത് ലിച്ചി. ഇത് 5 വർഷം 6 വർഷം ആയതാ. പക്ഷെ നമ്മുടെ നാട്ടിൽ ലിച്ചി അങ്ങനെ കായ്ച്ച് കണ്ടിട്ടില്ല. ഇല്ല. ഇത് നോർത്ത് സ്റ്റേറ്റുകളിലൊക്കെയാണ് സാധാരണ തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് ഇത് കായ്ച്ച് കാണുന്നത്. ഇതുവരെ ഊട്ടി പോലെ സ്ഥലത്തോ? ഇവിടെ ഊട്ടിയിലും അല്ല. ഇത് നോർത്തൺ സ്റ്റേറ്റുകളിലാണിത്. നോർത്ത് ഇന്ത്യയിലാണ്. അല്ല, തണുപ്പ് വേണമെന്ന് പറഞ്ഞോണ്ട് തണുപ്പ് വേണം. പക്ഷെ നമ്മളിവിടെ കാഴ്ച കണ്ടിട്ടില്ല. ഇല്ല. ഇത് കായ്ച്ചില്ലല്ലോ? ഇല്ല, കായ്ച്ചില്ല. ഈ ചെടിയുടെ വിവരണം തരാമോ? ഈ ചെടി ഇത് ബെറാബറാന്ന് അതിന്റെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വളരെ ഭയങ്കര വൈറ്റമിൻ സി അതെ. ഇതുകൊണ്ട് അതിന്റെ പഴം ഇത്രയും വലിപ്പമുള്ളൂ ഇതിന്റെ പഴത്തിന്. പക്ഷെ നല്ല ടേസ്റ്റി. നല്ല ടേസ്റ്റ്. ചെറിയ പുളിപ്പോട് കൂടിയ ഒരു പഴമാണ്. ലെമൺ ഡ്രോപ്പ് മാങ്കോസിൻ എന്ന് ചില സ്ഥലത്ത് ഇതിന് പറയാറുണ്ട്. അപ്പൊ കോൾഡിനൊക്കെ നല്ലതാ. അതെ. നിറച്ചുണ്ടായിക്കോളൂ. ഇത് നിറച്ചുണ്ടാവും. ഇതുകൊണ്ടല്ലേ കായ്ക്കുന്നത്. ഇത് ഒരു അലങ്കാര ചെടിയായിട്ട് വെക്കാമല്ലോ? വെക്കാം. പഴവും തിന്നാം. ഒരുപാട് വലിപ്പം വെക്കുകയില്ല. ക്രിസ്മസിന് അലങ്കരിക്കുക. അതെ ഒക്കെ ചെയ്യാം. പേര ബഡാണോ? ബഡ് പേര. ഇത് മുന്തിരിപ്പേര എന്ന് പറയാ. മുന്തിരിപ്പേര. ഇത് കൊണ്ടോ മുന്തിരിങ്ങ പോലെ അതിന്റെ പേരയ്ക്ക കഴിക്കുന്നത്. ഇത് കണ്ടോ? തീർത്ത് ചെറുതാ. മുന്തിരിങ്ങ പോലെ കൊലയായിട്ട് ഇത് കായ്ക്കും. മുന്തിരി പോലെ മധുരം ഉണ്ടോ? മധുരമല്ല, ചെറിയൊരു പുളിപ്പായിന്. ചെറിയ പഴുക്കാത്ത മുന്തിരി തിരുന്ന പോലെയാ. പഴുക്കാത്ത. അതെ. ഇത്ര മുഴുപ്പേ ഉള്ളൂ? അത്രേ ഉള്ളൂ. ശരി. ഇനി അത് മൂക്കാറായത്. അപ്പൊ അതിനകത്ത് അരിയൊക്കെ സാധാരണ പേരയ്ക്ക പോലെ. ഇത് വിയറ്റ്നാമേർലി റെഡ് അല്ലേ? ഇത് വിയറ്റ്നാമേർലി റെഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത്. എനിക്കിവിടെ വിയറ്റ്നാമേർലിയുടെ റെഡും ഉണ്ട്. സാധാരണ വിയറ്റ്നാമേർലി സൂപ്പർ ഉണ്ട്. പിന്നെ ഡെങ്സൂരിയ എന്ന് പറയുന്ന ഇനം ഉണ്ട്. അത് ഓറഞ്ച് പോലിരിക്കും അതിനകം. ഡെങ്സൂരിയ. ഇത് വിയറ്റ്നാമേർലി റെഡ്. ഇതിന്റെ പഴം നല്ലതാണ്. ഇത് പച്ചക്ക് തിന്നുന്നതിലും നമ്മൾ വേവിച്ച് തിന്നുന്നതിലും നല്ലത് പച്ചക്ക് തിന്നുന്നത്. നമ്മുടെ കപ്പത്തോട്ടം ആരംഭിക്കുക ഇവിടെ നിന്നല്ലേ? കപ്പ ഇവിടെ നിന്ന് ആരംഭിക്കുക. ഇത് റബ്ബർ വെട്ടിയിട്ട് നമ്മൾ കപ്പ ഇട്ടതാ. 6 ഏക്കർ സ്ഥലമായത്. ഇത് റബ്ബർ നമുക്ക് മുതലാകില്ലാത്തതുകൊണ്ട് പിന്നെ കപ്പയിലേക്ക് മാറിയതാ. ഇപ്പൊ 3 വർഷമായിട്ട് കപ്പ എടുത്തത്. പക്ഷെ ഇനി എന്നാ പ്രശ്നം എന്ന് ചോദിച്ചാൽ കാട്ടുപന്നിയുടെ ശല്യം ഭയങ്കരമാണ്. അതുകൊണ്ട് ഈ കൊല്ലം കൊണ്ട് കപ്പ കൃഷി നിർത്തുക. ഭയങ്കര ശല്യം, പന്നിയുടെ ശല്യം, കാട്ടുപന്നി. ഇനി എന്നാ പ്ലാൻ ചെയ്യുന്നത്? ഇനി കന്നാല വെക്കാനാ പ്ലാൻ ചെയ്യുന്നത്. അതാണ് പിന്നെ കുഴപ്പമില്ല. അതെ.
കന്നാരയ്ക്ക് കൊടുക്കുക അല്ലേ? കന്നാരയ്ക്ക് കൊടുക്കുക. ഇത് ഏതിനത്തിൽപ്പെട്ട ഇത് തേങ്ങ? കുറ്റിയാടിയാ പ്രിൻസ് ചേട്ടാ. കുറ്റിയാടി. ആ. എത്ര വർഷമായി? ഇതിപ്പോ 4 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. 5 വർഷമായി ചൊട്ടയിട്ടു. കുള്ളന്തെങ്ങിന്റെ കളക്ഷൻ കുള്ളന്തെങ്ങ ഉണ്ട് അവിടെ. ആ നിൽക്കുന്നത് കുള്ളന്തെങ്ങ. അത് കായ്ച്ചോ? അത് ചൊട്ടയിട്ടില്ല. അതിപ്പോ 2 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ആ ചൊട്ടയിട്ട് നിൽക്കുന്നതോ? ആ ചൊട്ടയിട്ട് നിൽക്കുന്നത് ഡീൻഡുറ്റി ഉണ്ട്, കുറ്റിയാടി ഉണ്ട്, വേറെ പല ഇനം ഉണ്ട്. ഇതെല്ലാം ഒരുമിച്ച് വെച്ചാണോ? എല്ലാം ഒരുമിച്ച് വെച്ചതാ. ചന്ദനമല്ലേ നിൽക്കുന്നേ? ചന്ദനം അത് അല്ലേ? അതെ അതെ. എത്ര എണ്ണം ഉണ്ട്? അത് 5-6 എണ്ണം ഉണ്ട്. എത്ര വർഷമായി? ഇതിപ്പോ ഒരു 3-4 വർഷം. 3 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ആണോ? വൈകുന്നേരങ്ങളിലെ വിശ്രമ സ്ഥലമാണോ? അതെ അതെ അതെ. ഇത് നമ്മുടെ ഭരണങ്ങാനത്തുള്ള കല്യാ ഗ്രൂപ്പില്ലേ, കല്യാ ഗ്രൂപ്പുകാരോട് വാങ്ങിയതാ. ആണോ? അതെ അതെ. എത്ര വർഷമായി? ഇത് 10-12 വർഷമായി. 12 വർഷമായിട്ട് നാടുമല്ലേ? അതെ അതെ അല്ലേ? ഇതിലിരിക്കാൻ സമയം കിട്ടാറുണ്ടോ? വല്ലപ്പോഴും ഒക്കെ. ഇപ്പൊ ചൂടായോണ്ട് പകലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. സന്ധ്യ ആകുമ്പോ. അതെ അതെ. ശരി. നേരത്തെ മീൻകുളമുണ്ട്. അതെ, കുളമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.